ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഫത്ഹുൽ മുബീൻ 25ാമത്തെ സബഖ്. ഈമാൻ ഇസ്ലാം, ഇതാണ് ചർച്ച. നബിയും ജിബ്രീലും അലൈഹിസ്സലാം തങ്ങളെ ചോദ്യവും മറുപടിയും അതിലൂടെ വരുന്ന ചർച്ചയിൽ ഒരുപാട് കാര്യം ബയാൻ ചെയ്ത് അവസാനം എവിടെ തിരുപിടുത്തം കിട്ടുന്നില്ലെങ്കിൽ പൽ ഹാസിറു, നമ്മൾ ചർച്ച ചെയ്ത ആകെ ടോട്ടൽ ഇവിടെ പറയാനുള്ളത് അന്നല്ലാഹ സുബ്ഹാനഹു വതആല റത്തബ അല തലബ്ബുസ് ബിൽ ഈമാനി, ഈമാനോടുള്ള ബന്ധത്തിന്റെ മേൽ അല്ലാഹു തആല ക്രമീകരിച്ചു. എന്തിനെ? ലാസിമൻ, ഒരു ലാസിമിനെ അല്ലാഹു തആല ക്രമീകരിച്ചിട്ടുണ്ട്. എങ്ങനത്തെ ലാസിമ്? ലാ യതഖല്ലഫു അൻഹു, ഈമാനെ തൊട്ടെന്താവുകയില്ല, ആ ലാസിമ് പിന്തൂല. അപ്പൊ ഈമാൻ ഉണ്ടോ, ആ ഈമാനോടുകൂടെ അത് ലാസിമായി വരുന്ന ഒന്നുണ്ട് അവിടെ. അപ്പൊ ഈമാനെ തൊട്ട് പിന്താത്തൊരു ലാസിമായ ഒരു കാര്യം ഈമാനുമായി ബന്ധപ്പെട്ടതിന്റെ മേൽ ക്രമീകരിച്ചു. ബഹുവ, എന്താണ് ആ ലാസിമ്? സആദത്തുൽ അബദി, കാലാകാലത്തെ വിജയം. അപ്പൊ ഈമാൻ ഉണ്ടോ, അതിനാൽ കിട്ടുന്ന ലാസിം എന്താണ്? കാലാകാല വിജയമുണ്ട് എന്നാണ് അള്ളാഹ് ക്രമീകരിച്ചത്. പിന്നെ അതിന്റെ നേരെ എതിർ, അഥവാ ഈമാനിന്റെ നേരെ എതിരെന്താ? ഈമാൻ ഇല്ലാതിരിക്കലാണ്. അപ്പൊ കുഫറായിരിക്കും. ആ ഈമാൻ ഇല്ലാതിരിക്കുക എന്ന വിദ്ധിന്റെ മേലിൽ അള്ളാഹു തന്നെ ക്രമീകരിച്ച എന്താ? സഖാവത്തഹു. അതിനാൽ ലാസിമായി വരുന്നത് എന്താണ്? പരാജയം എന്നാണ്. വയ്യ. ആ സഖാവത്ത് എന്താണ്? ലാസിമുൽ കുഫരി ഷറഅൻ, ഷറയിൽ കുഫറിന്റെ ലാസിമാണ്. ഷറയിൽ എന്ത് വരും? കുഫറുണ്ടായാൽ അതിനാൽ ലാസിമായിട്ട് കിട്ടുന്ന ഒന്നാണ് സഖാവത്ത്. അപ്പൊ ഈമാൻ ഉണ്ടെങ്കിൽ സആദത്തുൽ അബദ്, ഈമാൻ ഇല്ലെങ്കിൽ കുഫറായിരിക്കും. കുഫറിന്റെ ലാസിം സഖാവത്ത്. ഇതാണ് ഇപ്പൊ ആകെ തുക അവിടെ ചർച്ച. അന്നഹു ഉഅ്തിബറ ഫീ തറത്തുബി ലാസിമിൽ ഈമാനി, ഈമാന്റെ ലാസിമിനെ ക്രമീകരിക്കുന്ന വിഷയത്തിൽ പരിഗണിക്കപ്പെട്ടു. എന്ത് പരിഗണിക്കപ്പെട്ടു? പിന്നെ വുജൂദു ഉമൂരി, ചില കാര്യം ഉണ്ടാവണം. എങ്ങനത്തെ കാര്യങ്ങള്? അജ്മിഹിയ, ആ കാര്യം ഇല്ലാതിരിക്കൽ കൊണ്ട് യതറത്തബ് ലാസിമുൽ കുഫരി, കുഫറിന്റെ ലാസിം ക്രമീകൃതമാവും. അപ്പൊ ഈമാൻ ഉണ്ടാവണമെങ്കിൽ ചില കാര്യം ഉണ്ടാകുമ്പോഴേ ആ ഈമാൻ ലാസിം ഉണ്ടാവുള്ളൂ. ആ കാര്യം ഇല്ലേ, എന്നാ പിന്നെ ഈമാന്റെ ലാസിമല്ല, കുഫറിന്റെ ലാസിം ക്രമീകൃതമാവും എന്നുള്ളതുമാണ് ഇത്രയും ചർച്ച നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ സആദത്തുൽ അബദിയ അല്ലാഹു തആല ക്രമീകരിച്ചു, അതാ ലാസിം. കുഫറാണെങ്കിൽ അതിന്റെ ലാസിം സഖാവത്തും മാറ്റി വെച്ചു. അതോടൊപ്പം തന്നെ ഈമാൻ ലാസിം ഉണ്ടാവണോ, എന്നാ ചില കാര്യം ഉണ്ടാവണം, അതില്ലേ കുഫർ വരും. ഇങ്ങനെയൊക്കെയാണ് ഈ ചർച്ചയിലാകുന്നത് കിട്ടിയത്. ഫമിൻഹ, ആ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത്? ഈമാന്റെ ലാസിമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ ഏതാണോ ആ ലാസിം കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങൾ വേണം. ആ കാര്യത്തിൽ പെട്ടതാണ് തഅ്ദീമുഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു തആലയെ ബഹുമാനിക്കുക. വ തഅ്ദീമു അംബിയായിഹി, അള്ളാന്റെ അമ്പിയാക്കൾ പോലെയുള്ളവരെ ആദരിക്കുക. പിന്നെ വ തർക്കു സുജൂദിൽ നഹ്വിസ്സനമിൻ, വിഗ്രഹം പോലോത്തതിന് സാഷ്ടാംഗത്തെ ഉപേക്ഷിക്കുക. പിന്നെ വൽ ഇസ്തിസ്ലാമു ബാത്തിനൻ ലിഖബൂലി അവാമിരിഹി വ നവായിഹി, അല്ലാഹു തആല ആജ്ഞാപിച്ച കാര്യം സ്വീകരിക്കുക, അള്ളാഹ് തടഞ്ഞ കാര്യങ്ങളെ സ്വീകരിക്കുക. ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് രഹസ്യമായുള്ള ഒരു അംഗീകാരം വേണം അവിടെ. പിന്നെ അത് അംഗീകരിക്കണം, ഭയപ്പെടുകയൊക്കെ വേണം എന്നുള്ള കാര്യം അത്തരം കാര്യത്തിൽപ്പെട്ടതാണ്. അല്ലതീ, എങ്ങനത്തതായിരിക്കും ഇസ്തിസ്ലാമ്? ഹുവ ഇസ്ലാമി ലുഗത്തൻ, ഭാഷാപരമായിട്ട് ഇസ്ലാമിന്റെ അർത്ഥം എന്താണ്? കീഴൊതുങ്ങുക എന്നല്ലേ. ആ അർത്ഥമാണ് ഇവിടെ. അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾക്ക് അനുസരിക്കുക, അള്ളാഹു തആല വർജിച്ച കാര്യങ്ങൾ വർജിച്ചുകൊണ്ടനുസരിക്കുക, അത് കീഴൊതുങ്ങലാണ്. അതും ഒക്കെ എന്താണ്? ഈ പറയുന്ന ഈമാൻ ഉണ്ടാവണം. ആ ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനാൽ ലാസിമാവുന്ന കാര്യം സആദത്ത് കിട്ടണോ, ആ കിട്ടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇത്തവഖ അഹ്ലുൽ ഹഖ്, ഹഖിന്റെ അഹ്ലുകാരൊക്കെ യോജിച്ചു, ഇത്തിഫാഖായി. ആരാ ഹഖിന്റെ അഹ്ലുകാര്? ഫരീഖൽ അശാഇറത്തി വൽ ഹനഫിയ്യ, ഹനഫി അശാഇർ എന്നീ കക്ഷിക്കാരിൽ രണ്ട് പാർട്ടിക്കാരാണ് ഇത്തിഫാഖ്. ഹഖിന്റെ അഹ്ലുകാര് അവർ ഇത്തിഫാഖാണ്. എന്തിന്റെ മേല്? അലാ അന്നഹു ലാ ഇബ്റത ബി ഈമാനിൻ
ബി ഈമാനിൻ ബിലാ ഇസ്ലാമിൻ, ഇസ്ലാമില്ലാതെ ഈമാൻ പരിഗണനമല്ല. ആക്കിസി അതിന് നേരെ മാറ്റവും, ഈമാനില്ലാതെ ഇസ്ലാമും പരിഗണനയല്ല, ഇസ്ലാമില്ലാതെ ഈമാനും പരിഗണിക്കുന്നതല്ല. രണ്ടും രണ്ടല്ല. കാരണം ഇതിലാ എമ്പക്കു ആയതുമാൻ ലാഹരി, ഇസ്ലാമിനെ തൊട്ട് ഈമാനോ ഈമാനെ തൊട്ട് ഇസ്ലാമോ കെട്ടയൂല, രണ്ടും ഒപ്പുണ്ടാവും. അപ്പൊ ഒലിമ അറിയപ്പെട്ടു പോയി അന്നഹു ബിഖ്തിലാലി വാഹിദിൻ മിൻ തിൽകൽ ഉമൂരി, നമ്മൾ നേരത്തെ പറയുന്ന കാര്യം ഈമാനികമായി ബന്ധമുള്ള കാര്യങ്ങൾ, ആ കാര്യത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം എഡ്രസ്സിയായതുകൊണ്ട് എന്തഫി ലാസിമുൽ ഈമാൻ, ഈമാന് ലാസിമായി വരുന്ന സആദത്തുൽ അബദ് ഇല്ലാതെയാകും എന്ന് കിട്ടിയാലോ. പക്ഷെ ലാക്കിൻ അൽ അനഫിയത്തു, ഇത് ഇത്തിഫാക്കാണെങ്കിലും അനഫിയാക്കള് അശദ്ദു മുബാലഗത്തും ഫീ റിആയത്തി ദാലിക തഅലീം, ആ ഒരു തഅലീം നടത്തുന്ന കാര്യത്തിൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ വളരെയധികം കർക്കശമുള്ളവരാണ് ആര്? ഹനഫിക്കാര്. ഒരു നല്ലോണം അത് ശ്രദ്ധിക്കുന്നുണ്ട്, അത് സൂക്ഷിക്കുക തന്നെ ചെയ്യും. അത്ര കർക്കശം അശായറത്തിനില്ല. അത്തരം ഒരു കർക്കശം ഉള്ളത് കൊണ്ട് തന്നെയാണ് കഫറു അനഫിയാക്കൾ കാഫറാക്കി ബി അൽഫാലും അഫ്ആലും കസീറ, അധിക പ്രവൃത്തികളും അധിക പദങ്ങളെ കൊണ്ട് ഒരു കാഫറാക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നദറം മിൻഹും, അവരുടെ ഭാഗത്തുനിന്നും ആലോചിച്ചതിന് വേണ്ടി, നോക്കിയതിന് വേണ്ടി, ഇലാ അന്നഹ, നിശ്ചയമായിട്ടും ഈ പദങ്ങളും കർമ്മങ്ങളൊക്കെ തദില്ലു, അത് അറിയിക്കുന്നുണ്ട്, അലൽ ഇസ്തിഗ്ഫാഫി ബിദ്ദീനി, പരിശുദ്ധ മതം കൊണ്ട് നിസ്സാരവൽക്കരിക്കുക എന്നതിന്മേൽ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു അത് നോക്കി. അപ്പൊ ആ നിസ്സാരവൽക്കരിക്കൽ വന്നപ്പോ കുഫ്രാൻ എഴുതി. അതിന്റെ ഉദാഹരണം തഅമ്മുദി സലാത്തിൻ ബിലാ വുളൂഇൻ, ഒന്നില്ലാതെ കരുതി കൂട്ടിയാൽ നിസ്കരിച്ചാൽ കാഫറാണ് എന്നാണ് അനഫിക്കാർ പറയാം. നമ്മൾ കാഫറാന്ന് പറയുന്ന കുറ്റം കിട്ടും. പിന്നെ ദവാമി തർക്കി സുന്നത്തിൻ ഇസ്തിഗ്ഫാഫൻ ബിഹാ വസ്തിഗ്ബാഇഹ, സുന്നത്തിനെ വടക്കായി കാണുകയോ സുന്നത്തിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് സുന്നത്ത് ഉപേക്ഷിക്കുക, ആ ഉപേക്ഷിക്കൽ പതിവാക്കുക, അതും കുഫറായിട്ട് രണ്ടും. ഏതുപോലെയൊക്കെ ഇഫായി ഷാരി, മീശ വളർത്തല്, മീശ വളർത്താൻ പറഞ്ഞു, മീശ വളർത്തുന്നില്ല, ആ വളർത്തലൊക്കെ മോശമായി കണ്ടിട്ട് അത് പഠിച്ചത് കളയുക. ഇത് വാസ്തവത്തിൽ അനഫിയാക്കൾ കാഫറായിട്ട് കാട്ടും, കാഫറായിട്ട് വിജയിക്കും. കാരണം നിസ്സാരവൽക്കരിച്ചുകൊണ്ട്. തഹനീക്കിൽ ഇമാമ, ഇമാമത്തിന് തഹനീക്കാക്കും പോലെ എന്ന് പറഞ്ഞാൽ ആ ജാരി തെറുപ്പിയ താഴത്ത ഹൽഖി, അവന്റെ തൊണ്ടക്കുടിയുടെ അടിഭാഗത്തിൽ കൂടെ തലപ്പാവിന്റെ വാല് ആക്കുക, അതിനാ തഹനീക്ക് എന്ന് പറയാം. അതും നിസ്സാരവൽക്കരിച്ച് ചെയ്താൽ അത് കുഫറാക്കുമല്ലോ. അപ്പൊ വൈദാലിക്ക ഇമ്മ ദക്കർത്തു ഫീ കിതാബിൽ ആത്തി, എന്റെ ശേഷം വരുന്നൊരു കിതാബുണ്ട്, അൽ ഇലാഹു ബിമാ യഖ്തഉൽ ഇസ്ലാം എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഇവരെന്താക്കും? ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ കാഫറാക്കി മാറ്റും. വൈദാ ലഹറലക്ക, അങ്ങനെ നിനക്ക് വ്യക്തമായി വെളിവായി കിട്ടിയാൽ എന്ത്? ബയാനു ഹഖീഖത്തിൽ ഈമാനി വമാ യതഅല്ലഖു ബിഹാ, ഈമാന്റെ ഹഖീഖത്ത് എന്ത്, അതുമായി ബന്ധമുള്ള കാര്യം എന്തൊക്കെ എന്നുള്ളൊരു വിശദീകരണം നിനക്കിപ്പോ വെളിപ്പെട്ടോ? വെളിപ്പെട്ടെങ്കിൽ ഫലാ ബുദ്ദലക മിൻ മഅരിഫത്തി മുതഅല്ലഖിഹി അല്ലദീ യജിബുൽ ഈമാൻ ബിഹി, വിശ്വസിക്കൽ നിർബന്ധമായി വരുന്ന മുതഅല്ലഖ് ഉണ്ട്, ഈമാൻ ബന്ധിക്കുന്ന ആ മുതഅല്ലഖ്. ആ മുതഅല്ലഖ് എന്താണെന്ന് അറിയൽ നിനക്ക് കൂടാതെ കഴിയുകയില്ല. എന്താണത്? കമാ ഉരിഫ മിൻ ഹദീസ് സാബിഖ്, ഈമാനിന്റെ മുമ്പ് പറഞ്ഞ തഅരീഫ് എന്ന് അറിയപ്പെട്ടതുപോലെ ആ സംഗതി എന്താ? മുതഅല്ലഖ് മാ ജാഅ ബിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവനുമാണ് വിശ്വസിക്കേണ്ടത്. അതാണ് മുതഅല്ലഖ്. ഈമാന്റെ മുതഅല്ലഖ് അതാ, നബി തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യവും വിശ്വസിക്കണം. ആ മുതഅല്ലഖ് അറിയ നിർബന്ധം. അങ്ങനെ വരുമ്പോൾ ഫയജിബു തസ്ദീഖ് ബികുല്ലി മാ ജാഅ ബിഹി മിൻ ഇഅ്തിഖാദിൻ, വിശ്വസിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നബി തങ്ങൾ കൊണ്ടുവന്ന ഏതെല്ലാം കാര്യമുണ്ടോ അതുകൊണ്ട് വാസ്തവമാക്കുന്ന നിർബന്ധമാണ്. അപ്പൊ നബി തങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന ഏതെല്ലാം കാര്യം കൊണ്ടുവന്നു അതൊക്കെ വിശ്വസിക്കണം. വഹുവ മാ ഖുസിദ മിൻ ഇഅ്തിഖാദു, എന്താണ് ഇഅ്തിഖാദി? ആ ഇഅ്തിഖാദി എന്ന് അത് വിശ്വസിക്കൽ എന്താണ് കരുതപ്പെട്ടത്, അതിനെ വിശ്വസിക്കൽ കരുതപ്പെട്ടു, അതാണ് ഇഅ്തിഖാദി. അത് വിശ്വസിക്കണം, ഉറപ്പിക്കണം. അവ അമലിയൻ, അത് അമലിയായിട്ട് നിബിധങ്ങൾ കൊണ്ടുവന്നത് എന്തൊക്കെയോ അതൊക്കെ വാസ്തവമാക്കുന്നുണ്ട്. വഹുവ മാ ഖുസിദ മിനുൽ അമലു, അമലി എന്ന് പറഞ്ഞാൽ
അതിൽ നിന്ന് അമലാണ് ഉദ്ദേശം. അപ്പൊ കർമ്മപരമായിട്ടും വിശ്വാസപരമായിട്ടും നബിതങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യത്തെയും വാസ്തവമാക്കൽ നിർബന്ധമാണ് ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ മേലിൽ. അതാണ് വിശ്വസിക്കേണ്ടത്. എന്നാൽ അമല് കൊണ്ട് തസ്ദീഖാക്കുക, നബിതങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെയാ. നബിതങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് വാസ്തവമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഇഅ്തിഖാദു അന്നഹു ഹഖ്ഖുൻ വസിദ്ഖുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നത് നബി യഥാർത്ഥമാണ്, സത്യമാണ് എന്നൊരു വിശ്വാസം ഉണ്ടായാൽ മതി. ഏതുപോലെ കമാ അഖ്ബറ ബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ അതുകൊണ്ട് വർത്തമാനം പറഞ്ഞതുപോലെ അങ്ങനെ തന്നെയാണ് ഉള്ളത് എന്ന് ഉറപ്പിക്കണം. അത് യഥാർത്ഥമാണ്, സത്യമാണെന്ന് വിശ്വസിച്ചാൽ മതി. അപ്പൊ അതെന്നെ തസ്ദീഖ്. വതഫ്സീറു ഹാദൈനി, ഈ പറഞ്ഞ രണ്ടെണ്ണത്തിന്റെ വിശദീകരണം അഥവാ ഈമാൻ ഇസ്ലാം, ഇത് രണ്ടിന്റെ വിശദീകരണങ്ങൾ കസീറത്തുൻ ജിദ്ദൻ, ഒരുപാട് പറയാനുണ്ട്. അതിന്റെ ഇത് ഹിയ ഹാസിനും മാഫിൽ കുത്തുബിൽ കലാമിയ വദവാബീനി സുന്നത്തി, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും വിശുദ്ധ ഖുർആന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഹാസിലായി കിട്ടിയതാണ് അതൊക്കെ. അതുകൊണ്ട് ധാരാളം പറയാനുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? കുത്തുബിയ ബിൽ ഇജ്മാലി, മൊത്തത്തിലൊന്ന് പറഞ്ഞു മതിയാക്കി എന്നേ ഉള്ളൂ. വഹുവ, ഏതാണ് ഇജ്മാല്? അയ്യുഖിറ, അവൻ അംഗീകരിക്കലാണ് ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മൊത്തം പെട്ടു, എല്ലാതും അതിൽ പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ വിശ്വസിക്കേണ്ട എന്തെല്ലാം അത് മുഴുവൻ അതിൽ പെട്ടു. ഇഖ്റാറൻ, ഒരംഗീകരിക്കൽ അംഗീകരിക്കണം. എങ്ങനത്തെ അംഗീകാരം? മുതാബിഖൻ ലിഖൽബി വസ്തിസ്ലാമിഹി, അവന്റെ കീഴൊതുങ്ങലിനും അവന്റെ ഹൃദയത്തിനും യോജിക്കുന്ന വിധം അംഗീകരിക്കണം. വെറും തൊള്ളവടായി പറഞ്ഞാൽ പോരാ. അതാണ് മനസ്സാവാച കർമ്മം, അതിലൊക്കെ യോജിച്ചു വരണം. ഇനി അമ്മ തഫാസിലു, വിശദീകരണം. ഫമാ ലാഹലഹു മിൻഹ ബിബസീറത്തി, ഒരാൾ അവന്റെ ഉത്ബോധം കൊണ്ട് എന്തൊക്കെ മനസ്സിലാക്കി സൂക്ഷിച്ചു വെച്ചോ ആ ഒന്നാണ്. അതെങ്ങനെയാ? ഒരാളെ വലിച്ചു കൊണ്ടുവരുന്നൊരു കാര്യം അതിന്റെ മുത്തഅല്ലഖ്, അതുമായി ബന്ധപ്പെട്ടത് എന്താണോ അതിലേക്ക് വലിച്ചു കൊണ്ടുവന്നാൽ, അങ്ങനെയാണല്ലോ അവന്റെ ഉത്ബോധം കൊണ്ട് അവൻ സൂക്ഷിച്ചെടുത്തത്. അങ്ങനെ വന്നാൽ വജബ ബിഹിൽ വജബ അൽ ഈമാൻ ബിഹി, അതുകൊണ്ട് വിശ്വസിക്കുന്ന നിർബന്ധമായി. ഫഇൻ ജാദഹു, ഇനി അത് നിർബന്ധമായിട്ട് വിശ്വസിക്കേണ്ട കാര്യമാണ്. എന്നിരിക്കെ അതോ നിഷേധിച്ചാലോ? ഫതാറത്തൻ, ചിലപ്പോ യംഫി ജഹ്ദു അൽ ഇസ്തിസ്ലാമ, അവന്റെ ആ നിഷേധം കീഴൊതുങ്ങുക എന്നതിന് ഇല്ലാതെയാക്കും. അപ്പൊ കീഴൊതുങ്ങൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ യൂജിബു തക്ദീബഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അവന്റെ നിഷേധം നബിതങ്ങൾ കൊണ്ടുവന്നതിനെ കളവാക്കൽ നിർബന്ധമാക്കൽ വരും. ഇങ്ങനെ രണ്ടാമതൊന്നാണ് അവിടെ വരിക. അങ്ങനെ വരുമ്പോൾ ഫയകൂൻ ജഹ്ദു കുഫറൻ, അവന്റെ നിഷേധം എന്തായിട്ട് മാറും? കുഫറായിട്ട് മാറും. വതാറത്തൻ, ചിലപ്പോ ലായന്തി ജഹ്ദുൽ അവ്വല, കീഴൊതുങ്ങുക എന്നതിനെ അവന്റെ നിഷേധം ഇല്ലാതെ ആക്കൂല. അപ്പൊ കീഴൊതുങ്ങൽ ഉണ്ടാവും. വലാ യൂജിബു സ്ഥാനിയ, രണ്ടാമത്തതിനെ നിർബന്ധമാക്കൂല. നബിയെ കളവാക്കലിന് നിർബന്ധമാക്കൂല, കീഴൊതുങ്ങലിനെ ഇല്ലാതാക്കൂല. ഇങ്ങനെയും വരാം. ഇങ്ങനെ വരുമ്പോൾ ജഹ്ദു ഇഷ്ടം, പിന്നെ അവന്റെ നിഷേധം എന്തായിരിക്കും? തമ്മാടിത്തമാവും. അപ്പൊ കുഫറിന്റെ നിഷേധം, തമ്മാടിത്തരത്തിന്റെ നിഷേധം, ഇത് രണ്ടും പാടില്ല. പല്ലവി യംഫിൽ ഇസ്തിസ്ലാം, അപ്പോൾ ഇസ്തിസ്ലാം എന്ന് കീഴൊതുങ്ങുക, ആ കീഴൊതുങ്ങലിനെ കീഴ്പ്പെടുക എന്നതിനെ ഇല്ലാതെയാക്കുന്ന ഒന്ന്. സായിറുൽ അഖ്വാലി വൽ അഫ്ആലി അൽ മുകഫിറത്തി, കാഫറാക്കുന്ന വചനങ്ങൾ, പ്രവർത്തികൾ എന്നിവയാണ് മറ്റുള്ളതൊക്കെയാണത്. അത് ഞാനിവിടെ പറയുന്നില്ല. വഖദ് അല്ലഫ്തു ഫീഹ, അത്തരം കാര്യങ്ങളെ വിശദീകരിക്കുന്നതിൽ ഞാൻ രചിച്ചു വെച്ചിട്ടുണ്ട്. കിതാബൻ, ഒരു കിതാബ്. എങ്ങനത്തെ കിതാബ്? ഹാഫിർ, അത് മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാ യുസ്തവനാന്നു, ആ കിതാബിനെ തൊട്ട് ആവശ്യം തീരൂല, ആ കിതാബ് നോക്കിയേ പറ്റൂ. സമ്മയിത്തു, ആ കിതാബിന്റെ പേര് ഞാൻ വെച്ചിട്ടുണ്ട്. അൽ ഇലാമു ബിമാ യഖ്തുൽ ഇസ്ലാം എന്നാണ് പേര് വെച്ചിട്ടുള്ളത്. ആ കിതാബിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫബയ്യൻതു ഫീഹി, അതിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അക്സറുൽ അഹ്കാമി അലാ മദാഹിബിൽ അർബഈ, 4 മദ്ഹബ് അനുസരിച്ച് വിധികൾ അധികം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വഅലൈക, സഹോദര, നിന്റെ മേൽ നിർബന്ധ
ബി തഹ്സീലി ആ കിതാബ് കരഗതമാക്കല് അംദി ദീനിക നിന്റെ ദീനിന്റെ കാര്യങ്ങളെ കൊണ്ടുള്ള ശ്രദ്ധ അത് ശ്രദ്ധിക്കണം, കരുതണം, ഉറപ്പിക്കണം എന്നൊക്കെ നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ആ കിതാബ് നീ കരസ്ഥമാക്കിക്കോ. അതുകൊണ്ട് ഗ്രൂപ്പിലൂടെ ഞാൻ പറയട്ടെ, അൽ ഇലാമു ബിമാ യഖ്തുൽ ഇസ്ലാം ഇലാം എന്ന് പറയുന്ന കിതാബ് ബഹുമാനപ്പെട്ട നമ്മുടെ ഷാരിഹായ ഇബ്നു അബ്ദുൽ ഹൈതമി തങ്ങൾക്കുണ്ട്. അതുണ്ടെങ്കിൽ ആരെങ്കിലും PDF അയച്ചു തരണമെന്ന് താല്പര്യപ്പെടുകയാണ്. വല്ലതി യൂജിബു തക്ദീബ ഇനി കളവിനെ നിർബന്ധമാക്കുന്ന നിഷേധം അതേതാണ്? ഇൻകാറു മാ ഉലിമ മിൻ ദീനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ലറൂറത്തി ലറൂറത്ത് കൊണ്ട് തന്നെ നബിതങ്ങൾ കൊണ്ടുവന്ന ദീനിൽ അറിയപ്പെട്ട ഏതെല്ലാം കാര്യമുണ്ടോ ലറൂറത്താണ്. എങ്ങനെയായാലും ആ ലറൂറത്ത് എന്താന്ന് പറയുന്നുണ്ട്. ആ ലറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട ഒരു കാര്യം നിഷേധിച്ചാൽ അത് കളവാക്കനെ നിർബന്ധമാക്കും. എങ്ങനെ ലറൂറത്ത്? ബിൽ ബദീഹത്തി ദലീലൊന്നും വേണ്ട, അത് പറയുമ്പോൾ തന്നെ ദലീലില്ലാത്ത തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. എത്രത്തോളം അത്തൽ ആമത്തുല്ലദീന യുഖാലിത്തൂന മുസ്ലിമീന മുസ്ലിങ്ങളുമായി പൊതുവെ കൂടിക്കറന്ന് ജീവിക്കുന്ന ഏതാളുകളും അവർക്കറിയാം ഇതൊക്കെ വിശ്വസിക്കേണ്ടതാണ്, ഇതൊക്കെ ഉള്ളതാണ് എന്നറിയും. അത്രത്തോളം ലറൂറത്താണ്. നിഷേധിക്കാനേ കഴിയൂല, എന്തായാലും വിശ്വസിക്കാനേ കഴിയൂ. അങ്ങനെയുള്ള ഒരു കാര്യത്തെ നിഷേധിച്ചാൽ അത് കളവിനെ നിർബന്ധമാക്കും. ഏതുപോലെക്കൽ വഹദാനിയത്തി ഇവിടെയുള്ള ഏത് മതക്കാർക്കും അറിയാം വഹദാനിയത്ത് ഉണ്ട് എന്ന്. പിന്നെ വന്നുബുവത്തി ഏത് മതക്കാർക്കും അറിയാം നബി നബിയാണെന്ന്. പിന്നെ വൽ ബാഅസി പുനർജന്മം, വൽ ജസായി പ്രതിഫലം, വജൂബിനായി സ്വലാത്തി നിസ്കാരം പോലത്തത് വാജിബാണ്. പിന്നെ വഹിർമത്തിനാവിൽ ഹംദി കള്ളുകുടി പോലത് നിഷിദ്ധമാണ്. വത്തിൽ ഹൈലുകാരിയെ സംയോജനം ചെയ്യല്, വഹല്ലിനാവിൽ ബൈ കച്ചവടം പോലത്തതും, വൻ നിക്കാ പോലതും അനുവദനീയമാണ്. വനദിബിനായി റവാത്തിബി റാത്തിബ് പോലുള്ള സുന്നത്താണ്. വൈരിദാലിക്ക ഇതല്ലാത്തത് ഫത്താവ ഇതിൽ അധികവും ഞാൻ ചില ഫത്താവകളിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളത് മുഴുവനും പൊതുവെ എല്ലാവർക്കും അറിയാൻ കഴിയും. അവിടെ തെളിവ് നിരത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ജമാഅത്ത് ഉണ്ട്, നിസ്കാരം നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണെന്ന് ഏത് പാർട്ടിക്കാർക്കും എല്ലാ ജനങ്ങൾക്കും അറിയുന്ന ഒന്നാണ്. അവിടെ തെളിവുകൾ വേണ്ടതില്ല. അങ്ങനെയുള്ള ദറൂറത്തായ കാര്യങ്ങളാ ഇത്തരം കാര്യങ്ങളൊക്കെ നബി കൊണ്ടുവന്നതാ, അത് അറിയപ്പെട്ടതുമാണ്. അതിനെ നിഷേധിച്ചാൽ കള്ളവര് വാജിബാക്കും. അത് കളവാണ് നിർബന്ധാക്കുക. എന്നാൽ റൗളയിൽ മുസന്നിഫ് ആക്കി എന്താക്കി? ഹിർമത്ത് നിക്കായിൽ മുഴത്തദ്ദത്തി മിൻ ഗൈരിഹി മറ്റൊരുത്തൻ ഒഴിവാക്കിയിട്ട് ആ ഒരാളുടെ ഇദ്ദയിലിരിക്കുന്ന ഒരു പെണ്ണ്, അയാളുടെ ഇദ്ദയിലിരിക്കുന്ന ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിക്കാൻ ഹറാമാണുണ്ട്. ആ ഹറാമിനാക്കി മിമ്മ ലൈയുഴലമ്പിൽ ലറൂറത്തി അത് ലറൂറത്ത് കൊണ്ട് അറിയപ്പെടാത്ത ഇൽമിൽപ്പെട്ടതാക്കിയിട്ടാണ് ഉപരാക്കിയിട്ടുള്ളത്. റൗലയിൽ പറയുന്നത് മുഷ്കിൽ ജിദ്ദൻ. റൗലയിൽ അങ്ങനെ പറഞ്ഞത് വളരെ ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ലറൂറത്ത് കൊണ്ട് അറിയപ്പെടാത്തതിൽ പെട്ടതാണ് മറ്റൊരാളുടെ ഇദ്ദയിലിരിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കൽ ഹറാമാണെന്ന് പറഞ്ഞത്. സംശയമുള്ളതാണ്. ഇങ്ങനെയുള്ളൊരു പെണ്ണ് ഹൈലുകാരി ഒരു പെണ്ണും ഇവർ രണ്ടുപേരും തമ്മിൽ ബന്ധപ്പെടൽ ഹറാമാണ് എന്ന കാര്യത്തിൽ എന്തൊരു വ്യത്യാസമാണുള്ളത്? ബൽ പിന്നെയോ ഹിർമത്തു ദാലിക അൽഗറുൽ ആമത്തി മിൻ ഹിർമത്തി ഹാദാ ഹൈലുകാരിയായിരിക്കുന്ന ഒരു പെണ്ണിനെ ബന്ധപ്പെടുന്നത് ഹറാമാവുന്നതിനേക്കാൾ പൊതുവെ എല്ലാവർക്കും വെളിപ്പെട്ടൊരു അറിവാണല്ലോ, എല്ലാവർക്കും തിരിയുന്ന അറിവാണ്. എന്ത്? ഇദ്ദയിലിരിക്കുന്ന പെണ്ണിനെ ബന്ധപ്പെടുക ഇവരെല്ലാവർക്കും അറിയാം. കമാ ഹുവ ജലിയുൻ ലിമൻ സബറ അഹ്വാലുഹും അത്തരം അവസ്ഥകൾ അഥവാ ഈ സാധാരണക്കാരുടെ അവസ്ഥ ഒന്ന് പരിശോധിച്ചാൽ അവർക്കൊക്കെ ഇത് വെളിവായി കിട്ടും. അപ്പൊ അതാർക്കും തിരിയാത്തൊരു ഇൽമല്ല. പിന്നെ പക്ഷെ അങ്ങൾ ജഹലു ആക്കി തരികയും ഈ തഫാസീൽ ഇദ്ദത്തി പിന്നിപ്പോ എന്താ എതിരുള്ളത്? ഇവിടെ സാധാരണ ആളുകൾക്ക് അവരിൽ അധിക പേർക്കും ഇദ്ദയുടെ വിശദീകരണം എന്താണെന്ന് അറിയൂല. അതുമായി എന്തൊക്കെയാണ് കഴിഞ്ഞുകൂടുക, എന്തുകൊണ്ടാണ് അത് കഴിയുക, ഇദ്ദ എന്തുകൊണ്ട് കഴിയും, എന്താണ് ഇദ്ദ എന്നൊരു വിശദീകരണം അധികം ആളുകൾക്കും അറിവില്ലാതെ നിന്നേക്കാം. ആ അറിവില്ലായ്മയാണ് അതിന് കാരണം പറയുന്നു.
വഹുവ മുഫ്ദിൻ, ആ ഒരു സംഗതി ഇലാ ജഗിൽ തഹരീമി നിക്കാഹിക ഫീ കസീരി മിനസ് സുവരി, അധിക രൂപങ്ങളിലും ആ പെണ്ണ് നിക്കാഹ് കഴിക്കാൻ ഹറാമാകും എന്ന ഒരു വിവരമില്ലായതിലേക്ക് അത് കൂട്ടുന്നതുമാണ് ആ ഒരു വിതറി എന്നതുപോലെ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. പിന്നെ തഹരീമു മുജ്മൻ അലാ ഹില്ലിഹി വ അക്സുഹു മുകഫിറുൻ അയ്ളൻ, എല്ലാവരും ഒത്തു സമ്മതിച്ച കാര്യമാണ്, ആ കാര്യം അനുവദനീയമാണെന്ന് മുജ്മൻ അലിയാണ്. അനുവദനീയമായിരിക്കുന്ന മുജ്മൻ അലി അയക്കുന്ന കാര്യത്തെ ഹറാമാക്കുക, ഹലാലാണെന്ന് ഇജ്മാണ് അതിനെ ഹറാമാക്കുക, വാക്സ് നേരെ തിരിച്ചാക്കുക, ഹറാമാണ് ഇജ്മാണ് അതിനെ ഹലാലാക്കുക. ഇതും എന്താക്കുന്നതാണ്? കാഫിറാക്കുന്നതിൽ പെട്ടതാണ്, പാടില്ല. അപ്പൊ വൈകുൽത്ത, നീ ചോദിച്ചാൽ ലാ ഫായിദത ലിതഖീരി ബിൽ ഇൽമി മഅ ഇസ്തിറാത്തിൽ മുഖാലഫത്തി സാബിഖത്തി, മുസ്ലിങ്ങളുമായി പൊതുവെയുള്ള ആളുകൾ കൂടിക്കലരുന്നു എന്നൊരു ഷർത്തുണ്ടല്ലോ, ആ കൂടിക്കലരുക എന്ന ഷർത്തോടുകൂടെ ഒരു ഇൽമി എന്നൊരു കൈത് കൊടുക്കേണ്ട ആവശ്യം എന്തിനാ? കാരണം ലിയന്നുവത്ത അലിമ, ചിലപ്പോൾ അവൻ അറിയും, അങ്കറ അവൻ നിഷേധിക്കും, അപ്പൊ അവൻ കാഫറാവും ചെയ്യും. ഇല്ലം യുഹാദിത്ത്, അവൻ മുസ്ലിങ്ങളുമായി കൂടിക്കലരുന്നില്ല, നിയമവനറിയാം, വായിച്ചറിഞ്ഞാലും മതിയല്ലോ, എന്നിട്ടോ നിഷേധിക്കുക, അപ്പൊ കാഫറാവൂലെ. മൊത്തം ജറയില, ചിലപ്പോൾ അറിയൂല, ലം യക്കുഫുർ, അവൻ കാഫറാവില്ല. ഖാലത്ത, അവൻ കൂടിക്കലർന്നാലും സംഗതി അറിയൂല, അറിയാതെ നിഷേധിച്ചു, അവൻ കാഫറാകുമോ? കൂടിക്കലരുകയും ചെയ്തു. ഇങ്ങനെ വെച്ച് നോക്കുമ്പോ കൂടിക്കലരുക എന്നൊരു ഷർത്ത് വെക്കുമ്പോ പിന്നെ ഇൽമു നിനക്ക് ആയതുകൊണ്ട് എന്താ ഫായിദ? അതിന് മറുപടി കുൽത്തുഹുവ കദാലിക്ക, ഈ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ നീ പറഞ്ഞു ശരിയാണ്. എങ്കിലും അവിടെ പറയാണ്ട് അൽ മുഖാലിത്തു, കൂടിക്കലരുന്നവൻ, ലാ യുസദ്ദഖു ലാഹിറൻ ഫീ ദഅവൽ ജഹിലി, അവന് വിവരമില്ല എന്നൊരു വാദത്തിൽ പ്രത്യക്ഷത്തിൽ അവനെ വാസ്തവമാക്കപ്പെടാൻ പറ്റൂല. കാരണം എന്താ? എല്ലാവരും കൂടി വിവരമുള്ള ആൾക്കാർക്കൊപ്പം കൂടി മുസ്ലിം നിയമങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ട് മറിച്ച് അറിയില്ല അതിൽ വാദിക്കുമ്പോൾ ഓനെ വാസ്തവമാക്കപ്പെടാൻ പറ്റൂല. മുഖാലിത്തായ ഒരാളാണെങ്കിൽ ബിഖിലാഫി ഗൈരിഹി, മുഖാലിത്ത് അല്ലാത്ത ഒരാൾക്കെതിരായിട്ട്, അതാണ് മുഖാലിത്ത് അല്ലാത്ത ഒരാളാകുമ്പോ പിന്നെ അയാൾ വാദിക്കുകയാണെങ്കിൽ അംഗീകരിക്കാം, മുഖാലിത്തായ ഒരാളെ വാദത്തിൽ അംഗീകരിക്കൂല. ആ മുഖാലിത്താകുമ്പോൾ ജഹ്ലി എന്നൊരു വാദം ശരിയാണില്ല, മുഖാലിത്തല്ലെങ്കിൽ ജഹ്ലിന് പറ്റും. അതുകൊണ്ടാണ് മുഖാലിത്തായതോടുകൂടെ അറിവ് കൈത് കൊടുത്തത്. ഒരു കൂട്ടരുടെ അടുക്കൽ എന്താകും? അത് കുഴപ്പമുണ്ടാവില്ല. മറ്റൊരു കൗമിന്റെ അടുക്കൽ ലറൂറത്ത് പ്രകാരം അത് മായലൂമും മുത്തവാത്തിർ, ഒരു വസ്തു മുത്തവാത്തിരായിട്ട് വരെ അത് മായലൂമുമാകും ബിൽ ലറൂറത്ത് കൊണ്ട്. അപ്പൊ മുത്തവാത്തിരത്തായ സംഗതി ലറൂറത്ത് കൊണ്ട് മായലൂമായിട്ട് വരും ഒരു കൗമിന്റെ അടുക്കൽ. വേറൊരു കൂട്ടക്കാരുടെ അടുക്കൽ അങ്ങനെ മുത്തവാത്തിറും മായലൂമും ലറൂറത്ത് അല്ലതാനും ഇങ്ങനെ ചിലപ്പോൾ വരാം. അങ്ങനെ വരുമ്പോൾ മിൻ തവാത്തുരിൻ ഇൻദഹു ദൂന ഗൈരിഹി, അപ്പൊ മിൻ തവാത്തുരിൻ ഇൻദഹു ദൂന ഗൈരിഹി, അപ്പൊ ഇവന്റെ അടുക്കൽ തവാത്തുറായി വന്ന ഒന്നിനെ അവൻ നിഷേധിച്ചാൽ കാഫിറാകും, മറ്റൊരാളെ കൂടാതെ അയാൾ അടുക്കൽ തവാത്തുറല്ല. ഇങ്ങനെയൊക്കെ വരാലോ. ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് മുഖാലത്തുണ്ടായിരിക്കെ ഇൽമു നിൽ കൈത് കൊടുക്കാൻ കാരണം. അമ്മൽ മുജ്മഉ അലൈഹി, മുജ്മഉ അലൈഹിയാണ്, അത് വൈറുൽ മായലൂമിൽ ലറൂറത്താണ്. മുജ്മഉ അലൈഹി കാര്യമായിരിക്കെ മായലൂമിൽ ലറൂറത്തല്ലതാണ്. ഇങ്ങനെ വന്നാൽ അതിന്റെ ഉദാഹരണം ഏതുപോലെ? ബിന്ദിൽ ഇബ്നി, മോന്റെ മോള്, ഒരാൾ മരിച്ചു, അയാൾക്ക് മോളുണ്ട്, നേരെ മോളും ഉണ്ട്, മോന്റെ മോളും ഉണ്ട്. എന്നാൽ ഇവിടെ മോന്റെ മോള് ഉടമയാക്കി, എന്തിന്? അസുദുസ 6-1, ആരോടുകൂടെ? മാ ബിന്ദി സ്വൽബി, നേരെ മോളോടുകൂടെ. നേരെ മോളുണ്ടായിരിക്കെ ആ മോളോടുകൂടെ 6-1 എന്ത് ചെയ്യുന്നുണ്ട്? മോന്റെ മോൾ ഉടമയാക്കുന്നുണ്ട്. ഇത് മുജ്മഉ അലൈഹി ഒരു മസലയാണ്, പക്ഷെ മഅലൂമും ബിൽ ദറൂറത്തെ അല്ല ഇത്. അപ്പൊ ഫലാ കുഫ്റ ബി ഇൻകാരി ഇൻദന, അപ്പൊ നമ്മളെ അടുക്കൽ ഇതൊരാൾ പറയാ മോന്റെ മോള് 6-1 ഉടമയാക്കൂല, നിഷേധിച്ചാൽ കാഫിറാകൂല്ലേ? കാഫിറാകൂല.
കഫറഹു അൽ അനഫിയത്തു, അനഫിക്കാര് ഇവനെ കാഫറാക്കി. അപ്പോ ഇൻ അലിമ സുബൂതു ഖത്അൻ, ഖത്അൻ നിലക്ക് ആ കാര്യം സ്ഥിരപ്പെട്ടു എന്ന് ഇവൻ അറിഞ്ഞാൽ, ഓൻ അറിയാം ഇങ്ങനെ സറയിൽ അത് ഖത്അൻ നിലക്ക് സ്ഥിരപ്പെട്ടതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നിഷേധിച്ചാൽ എന്താവും? അനഫിക്കാർ അവനെ കാഫറാക്കും. അല്ലെങ്കിൽ ലഹു ദക്കറ ലഹു അഹ്ലുൽ ഇൽമി, പണ്ഡിതന്മാര് അവന് പറഞ്ഞു കൊടുത്തു, അന്നഹു ഖത്ഇയ്യുൻ, ഈ മസ്അല ഖത്ഇയ്യാണ്, ഉറപ്പാ. അങ്ങനെ മസ്തമറ, ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഓൻ അറിഞ്ഞു. എന്നിട്ടും മസ്തമറ അലാ ജഗദിഹി, അങ്ങനെ ഒന്നും ഇല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞ് നിഷേധത്തിന്റെ മേൽ അവൻ നിലകൃതിയാവുന്ന ഇനാദൻ, മത്സരം നൽകാം. മത്സരിച്ചിട്ട് ആ നിലക്കാണ് എങ്കിൽ അവൻ കാഫറാണെന്ന് വിധി എഴുതും. നമ്മുടെ കാഫറാന്ന് വിധി എഴുതാത്തത് മാലൂമിൽ നെറുവത്ത് അല്ലാത്തത് കൊണ്ടാണ്. അനധിക്കാരും മാലൂലമ്മിൽ നെറുവത്ത് പിടിച്ചിട്ടല്ല. മുജമൻ അലിയായിരിക്കെ ഇത് സുബൂത്ത് കത്ത് ആണ്, അല്ലെങ്കിൽ അറിവുള്ള ആൾ പറഞ്ഞെടുത്തത് കത്തയാണ് എന്നിട്ടും തീരുമാനിച്ചിട്ടില്ല. ഫമിൻ തിൽക്കൽ മുതഅല്ലഖാത്തില്ലതി യജിബുൽ ഈമാനു ബിഹാ, വിശ്വസിക്കൽ നിർബന്ധമായ മുതഅല്ലഖാത്തിൽപ്പെട്ടതാണ്. അത്തരം മുതഅല്ലഖാത്തിൽപ്പെട്ടതാണ്. എങ്ങനത്തെ മുതഅല്ലഖാത്തുകള്? അവകളെ കൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണ്. മാത്രമല്ല ഉലിമത്ത്, ആ മുതഅല്ലഖാത്തുകൾ അറിയപ്പെട്ടതുമാണ്. മിനദ്ദീനി ബിൽ ലറൂറത്തി, ലറൂറത്ത് പ്രകാരം ദീനിൽ അറിയപ്പെട്ടതുമാണ് ആ മുതഅല്ലഖാത്തുകൾ. അങ്ങനെയുള്ള മുതഅല്ലഖാത്തിൽപ്പെട്ടതാണ് എന്ത്? ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൽ ഈമാൻ, എന്താണ് ഈമാൻ, എന്താണെന്ന് ഈമാൻ ചോദിച്ചപ്പോൾ വിശ്വസിക്കൽ മുതഅല്ലഖായിരിക്കുന്ന കാര്യങ്ങളാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. അത് മഅലൂം ബിദ്ദീനും ലറൂറത്തുമാണ് താനും. എന്താണത്? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുക. അത് മുതഅല്ലഖാത്ത്, മഅലൂം ബിദ്ദീനും ലറൂറത്ത് കൊണ്ട് മുതഅല്ലഖാത്ത് വിശ്വസിക്കുന്ന നിർബന്ധമായിപ്പെട്ടതാണ്. എന്താണ് അർത്ഥം? അൽ ഈമാനു ബില്ലാഹ് എന്ന് പറയുമ്പോ ഐ ബി അന്നഹു തആല, നിശ്ചയമായിട്ടും അല്ലാഹു തആല വാഹിദും ഫീ ദാതിഹി വസിഫാതിഹി വഅഫ്ആലിഹി, ഈ മൂന്ന് കാര്യത്തിൽ കർമ്മത്തിലും ഗുണത്തിലും സത്തയിലും അല്ലാഹു തആല ഒന്നേ ഉള്ളൂ എന്നതുകൊണ്ട് വിശ്വസിക്കുക. ലാ ശരീക ലഹു ഫിൽ ഉലൂഹിയ്യത്തി, ഇലാഹിന്റെ കാര്യത്തിൽ അല്ലാഹ്ക്കാരും പങ്കുകാരില്ല. വഹിയ ഇസ്തിഖാഖുൽ ഇബാദ, ഇലാഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അടിയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളെ ഉടമയാക്കുന്നവൻ എന്നാണ്. മുൻഫരിദുൻ ബിഖൽഖി ദവാത്തി ബിസിഫാതിഹാ വഅഫ്ആലിഹാ, ദാത്തുകളെയൊക്കെ സൃഷ്ടിക്കുന്നവനാണ്, അതിന്റെ രൂപങ്ങൾ, അതിന്റെ കർമ്മങ്ങൾ, അതുകൊണ്ടെല്ലാം സൃഷ്ടിക്കൽ കൊണ്ട് തനിച്ചവനാണ് അല്ലാഹു തആല. ഉബിഖിദമി ദാതി വസിഫാതിഹി ദാതിയത്തി, അല്ലാഹു തആലാന്റെ ദാത്തിയായിരിക്കുന്ന സിഫത്തുകളും അല്ലാഹുവിന്റെ ദാത്തുകളും അതുകൊണ്ട് പണ്ടേ ഉള്ളവരുമാണ് എന്നതുകൊണ്ട് തനിച്ചവനാണ് അല്ലാഹ്. ഇങ്ങനെയൊക്കെയാണ് വിശ്വസിക്കേണ്ടത്. ഖാല അനഫിയത്തു, അനഫിക്കാര് പറയുന്നു, വഅഫ്ആലുഹു, അല്ലാഹുവിന്റെ കർമ്മങ്ങൾ അതെങ്ങനെയാ? കൗനി ഖാലിഖൻ വറാസിഖൻ, അല്ലാഹ് സൃഷ്ടിക്കുന്നവനാണ്, അല്ലാഹ് റാസിഖാണ് എന്നായിരിക്കലാകുന്നു അല്ലാഹുവിന്റെ അഫ്ആലുകൾ എന്നാ പറയാം. ഫഇന്ന ഹാദൽ വസ്ഫ, ഈ പറഞ്ഞ വസ്ഫുകൾ സാബിത്തുൽ ലഹു ഫിൽ അസലി, അത് അല്ലാഹു തആലാക്ക് പണ്ടേ എന്താണ്? സ്ഥിരപ്പെട്ടതാണ്. വൽ അശ്അരിയ്യത്ത്, ഇതാണ് ഹനഫിയാക്കൾ പറയുമ്പോ അശ്അരിയാക്കൾ പറയുന്നത് യറുദ്ദൂന ദാലിക, അല്ലാഹു തആലാന്റെ അഫ്ആലുകള് കൗനിഹി ഖാലിഖൻ വറാസിഖൻ എന്ന് പറയുമ്പോ അവിടെ അശ്അരിയാക്കൾ പറയുന്നതാണ് ഇലാ സിഫാത്തിൽ ഖുദ്റത്തി, അത് ഖുദ്റത്തിന്റെ സിഫത്തിലേക്കാണ് വിടുക. അവിടെ ഹനഫിയാക്കളും അശ്അരിയാക്കളും തമ്മിൽ മാറ്റം, അഫ്ആലിനെ ആക്കല് അഫ്ആലാണ് ആര് പറയുന്നത്? ഖാലിഖുൻ റാസിഖായിരിക്കും അഫ്ആലായിട്ട് ഹനഫിയാക്കൾ പറയുമ്പോ, ഇതിനെ നമ്മൾ എന്താക്കുന്നു? അശ്അരിയാക്കള് അത് സിഫാത്തുൽ ഖുദ്റത്തിലേക്കാണ് വിടുക എന്ന് പറഞ്ഞു. അത്രേ ഇതിനുള്ളൂ. പിന്നെന്തുകൊണ്ട് വിശ്വസിക്കണം? അന്നദാത്തഹു, നിശ്ചയമായിട്ടും അല്ലാഹു തആല ദാത്തിനുണ്ട്, ലഹാ സിഫാത്തുൻ, അതിന് സിഫത്തുകളുണ്ട്. അഥവാ ഹയാത്തും മുനസ്സഹത്തും അനി റൂഹ്, നമ്മളെ റൂഹ് പോലല്ലല്ലോ. അപ്പൊ നമ്മളെ ശരീരം, നമ്മുടെ ജഡത്തിലുള്ള, നമ്മുടെ ദേഹത്തിലുള്ള ദേഹി, ആ ദേഹിയെ തൊട്ട് പരിശുദ്ധമാക്കപ്പെട്ട ജീവിതമാണ് അള്ളാഹ്ക്കുള്ളത്. നമ്മുടെതൊക്കെ ഹാദിസായതാ. തലച്ചോറിലാണ് ചിന്തിക്കുക എന്നൊരു അഭിപ്രായമുണ്ട്, കൽബിലാന്ന് അഭിപ്രായം. രണ്ടും കൂട്ടിയിട്ടാ പറയണത്.
തലച്ചോറിലായാലും ഹൃദയത്തിലായാലും ഇന്ന രൂപം കൊണ്ട് അടയാളപ്പെടണം. ഇന്ന രൂപം എന്ന് ഒരു തേട്ടമോ അടയാളമോ പെടുത്ത ഇല്ലാത്തന്നെ അള്ളാഹ് അറിയുന്നവനാണ്. എല്ലാം അള്ളാഹു തആലക്ക് അറിയുന്നത്. എങ്ങനെയാണ് അള്ളാഹിനെ അറിയാം? അത് അള്ളാഹിന്റെ രൂപം നമ്മുടെ മനസ്സിൽ വേണ്ട, തലച്ചോറിലും വേണ്ട. വ ഇന്നമാ ഹുവ നിശ്ചയമായിട്ടും സിഫത്തുൻ തതമയ്യസു മിനൽ അഷ്യാ. അല്ലാഹു തആലാന്റെ ഇൽമെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഏതെല്ലാം വസ്തുക്കൾ ആ സിഫത്ത് കൊണ്ട് വേർതിരിയാൻ പറ്റുമോ അങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റുന്ന അറിവാണ് അള്ളാഹിന്റെ അറിവ്. ആ അറിവൊന്നും നമുക്കില്ല. വതതഅല്ലഖു ബികുല്ലി ജുസ്ഇൻ കാന ഔ ഹുവ കായിൻ ഖബല വുജൂദിഹി ബിഇൽമിൻ വാഹിദിൻ. ഒരു ഭാഗം ഏത് ജുസ്ഉണ്ടോ അംശമുണ്ടോ അത് മുഴുവത്തിനോടും അള്ളാഹിന്റെ ഇൽമാവുന്ന സിഫത്ത് ബന്ധിക്കുന്നുണ്ട്. അത് ഉണ്ടായി, ഉണ്ടാകാൻ പോകുന്നു, ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരേ ഒരൊറ്റ ഇൽമ കൊണ്ട് തന്നെ എല്ലാം അള്ളാഹു തആല അറിയുന്നുണ്ട്. കാരണം ഇത് കുല്ലും മിൻ സിഫാത്തി ലാ തകസ്സുറ ബി, എല്ലാം അള്ളാഹുവിന്റെ സിഫത്തിൽ നിന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അള്ളാഹിന്റെ സിഫത്തിൽ എന്തില്ല? തകസ്സുറില്ലല്ലോ. ആ ഇൽമ ഒന്ന് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇന്നമ തകസ്സുറു ബി തഅല്ലുഖാത്തി, തഅല്ലുഖാത്ത് ഈ സിഫത്ത് എന്തുമായി ബന്ധിക്കുന്നുവോ അതിന്റെ തഅല്ലുഖാത്തുകളിലാണ് തകസ്സുർ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഇൽമ എന്ന സിഫത്തിൽ തകസ്സുറില്ല, അതൊന്നെ ഉള്ളൂ. അത് ബന്ധിക്കുന്നത് എന്തിനോടൊക്കെയാണ്? അവിടൊക്കെയാണ് തകസ്സുർ വരിക. വൽ മുതഅല്ലിഖാത്ത്, തഅല്ലുഖാത്തിലും വൽ മുതഅല്ലഖാത്ത്, മുതഅല്ലഖാത്തുകളിലും തഅല്ലുഖാത്തിലും തകസ്സുറുണ്ട്. ലം യതജദ്ദദ് ലഹു ഇൽമുൻ ബിഹസ്ബി തജദ്ദുദിൽ മഅലൂം. മഅലൂമായ കാര്യങ്ങൾ പുതുങ്ങുക എന്ന ആ ഒരു അവസ്ഥ എത്തുമ്പോ അള്ളാന്റെ ഇൽമിന് തജദ്ദുദില്ല, അത് അങ്ങനെ തന്നെ. പിന്നെ ഖുദ്റത്തിൻ അലൽ മുംകിനാത്തി, ഖുദ്റത്തുകൾ മുംകിനായിരുന്ന ഉണ്ടാകാൻ പറ്റുന്ന വസ്തുക്കൾ, ആ മുംകിനാത്തുകളുടെ മേലിൽ ഖുദ്റത്ത് ബന്ധിക്കുന്നു. അതനുസരിച്ച് നോക്കുമ്പോഴും അല്ലാഹു തആലാന്റെ ഇൽമി തജദ്ദുദാവുന്നില്ല. പിന്നെ ഇറാദത്തുൽ ലിജമിൽ കായിനാത്തി ലം തതജദ്ദദ് ലഹു ഇറാദത്തുൻ ബിതജദ്ദുദിൽ മുറാദാത്തി. അല്ലാഹു തആലാന്റെ ഇറാദത്തും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓരോ മുറാദാത്തും ഉണ്ടാവുക. ആ മുറാദാത്തുകൾ പുതുങ്ങി ഇങ്ങനെ വരും. അത്തരം മുറാദാത്തുകൾ പുതുങ്ങി വരുമ്പോൾ അതൊക്കെ ജമീൽ കായിനാത്താണല്ലോ അള്ളാഹിന്റെ ഇറാദത്ത് ഉണ്ടാക്കും. സൃഷ്ടിക്കണം എന്നുള്ള തീരുമാനിക്കുമ്പോൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ കായിനാത്തിനോടാണ് ഇറാദത്ത് ബന്ധിക്കുന്നത്. ആ ഇറാദത്തിന് എന്തില്ല? തജദ്ദുദില്ല. മുറാദാത്തുകൾ ഇങ്ങനെ ഓരോന്നും തജദ്ദുദായിക്കൊണ്ടേയിരിക്കുന്നുമുണ്ട്. പിന്നെ ഒബി അന്നത്വാഅതി ബി ഇറാദത്തിഹി വ മഹബ്ബത്തിഹി വ റിളാഹു വ അംരിഹി. ഇവിടെ നല്ല എന്ത് ഇബാദത്തുണ്ടോ അതൊക്കെ അള്ളാഹിന്റെ ഉദ്ദേശം, അള്ളാഹിന്റെ ഇഷ്ടം, പൊരുത്തം, കൽപ്പന എന്നതുകൊണ്ടുണ്ടാവുന്നു വിശ്വസിക്കണം. ഇതൊക്കെ അള്ളാഹിനെ കൊണ്ട് ഈമാനിൽ പെട്ടതാണ്. വൽ മആസി ബി ഇറാദത്തിഹി ദൂന മഹബ്ബത്തിഹി വ റിളാഹു വ അംരിഹി. തെറ്റുകൾ ഉണ്ടാകുന്നത് അള്ളാഹിന്റെ ഉദ്ദേശം കൊണ്ട് തന്നെയാണ്, പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, പൊരുത്തമല്ല, അള്ളാഹിന്റെ കൽപ്പനയില്ല. അങ്ങനെ വിശ്വസിക്കണം. വൽ കുല്ലു ബി ഖളാഇ വ ഖദരി, അള്ളാഹിന്റെ കണക്ക് വിധി ഇതുകൊണ്ടാണ് എല്ലാം ഉണ്ടാവുന്നത് എന്ന് വിശ്വസിക്കണം. ഇങ്ങനെയാണ് അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസം. വസംഉൻ, അള്ളാഹ് കേൾവിയുണ്ട്. ബിലാ സുമാഹിൻ, ചെവി കുണ്ടില്ല നമ്മളെ മാതിരി. ലി കുല്ലി ഖഫീൻ, നമുക്കൊന്നും മനസ്സിലാക്കാത്ത കേൾക്കാൻ കഴിയാത്തതൊക്കെ അള്ളാഹ് കേൾക്കും. ബസറും ബിലാ ഹദഖത്തിൻ, കൃഷ്ണമണികളോ കണ്ണ് കീറിയതുപോലുള്ളതൊന്നുമില്ല, അതില്ലാതെ കാണുന്നവനല്ല. തആലല്ലാഹു അൻഹുമാ, അല്ലാഹു തആല ചെവിക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഹദഖത്ത്, ഇതിനെ തൊട്ടൊക്കെ അല്ലാഹു തആല മേലെയാണ്. ലികുല്ലി മൗജൂദിൻ, എല്ലാ മൗജൂദയും അല്ലാഹു തആല കേൾക്കുന്നു, കാണുന്നു. പിന്നെ കലാമുൻ ഖായിമുൻ ദാത്തിഹി മുനസ്സഹുൻ അമ്മാ യഅ്തരി കലാമുൻ നഫ്സിയ്യ മിനൽ ഖർസിൽ ബാത്തിനി. അല്ലാഹു തആലാന്റെ ദാത്തിൽ നിൽക്കുന്നതാണ് കലാമ്. ആ കലാമ് നമ്മുടെ നഫ്സിയായിരിക്കുന്ന കലാമിന് പുതുതായി വന്നതിന് തൊട്ടൊക്കെ പരിശുദ്ധമാണ്. കലാമന നഫ്സിയ, നമ്മുടെ കലാമിന് നമ്മുടെ നഫ്സിയ കലാം, ആ കലാമിന് പുതുതായി വരുന്നതിന് തൊട്ടൊക്കെ അള്ളാന്റെ കലാം പരിശുദ്ധമാക്കപ്പെട്ടതാണ്. നമ്മുടെ കലാമിന് പുതുതായി വരുന്നത് എന്താണ്? മിനൽ ഖർസിൽ ബാത്തിനി, രഹസ്യമായി നിൽക്കുന്ന ഒരു പഞ്ഞ. ആ പഞ്ഞയും ഇടർച്ചയൊക്കെ നമ്മക്കുണ്ട്, അത് അള്ളാഹ്ക്കില്ല. ഒഹുവ, അതെന്താണ്? അദ്മുൽ ഇഖ്തിദാരി അലാ ഇറാത്തിൽ കലാമിൻ നഫ്സി, നഫ്സിയായിരിക്കുന്ന കലാമിനെ ഉദ്ദേശിക്കുന്നതിന്റെ മേലിൽ നമുക്ക് കഴിയാതിരിക്കണം. നമുക്കൊരു കഴിവില്ല,
നമുക്ക് സംസാരിക്കണം കഴിവ് അല്ല തരണം. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് സ്വന്തം സംസാരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് കഴിവില്ലാതിരിക്കുക. അതാണ് ബാത്തിനിയായ ഹർസ്. പൊട്ട്, നാപ്പൊട്ട് എന്നൊക്കെ പറയാം. നാപ്പൊട്ടല്ല, ഉൾപ്പൊട്ട്. അത് അള്ളാഹ്ക്കുണ്ടല്ല. അള്ളാഹിന്റെ കലാമ് ദാത്തിയായ കലാമാണ്. അതങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് സംസാരിക്കണമെങ്കിൽ അള്ളാഹ് കുതിർത്ത് നൽകണം. അതിന് അള്ളാഹിന്റെ ഇറാത്തും വേണം. അങ്ങനെയൊക്കെയാണ്. ലൈസബി സൗത്തിൻ വലാബി ഹറഫിൻ, ശബ്ദവും അല്ല അറഫും ഇല്ല. അങ്ങനെയാണ് അള്ളാഹിന്റെ കലാമ്. ഇങ്ങനെയാണ് അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസം വേണ്ടത്. തീർന്നിട്ടില്ല. ഇനിയും ബാക്കി അള്ളാഹു തആലാന്റെ അൽ ഈമാനു ബില്ലാഹ് എന്നതിൽ എന്തൊക്കെ അടങ്ങുന്നു അത് പിന്നീട് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്.